ഇദ്ദേഹം അംബാനിയേക്കാൾ മേലെ പണക്കാരനൊന്നുമല്ല. പക്ഷേ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഹർഷദ് മേഹ്തയേക്കാൾ വലിയ സ്കാമറാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് വിവാദങ്ങൾ ഒന്നാകാം ഇത്. 15.15 ലക്ഷം കോടി രൂപ. ഈ സംഖ്യ എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? പല രാജ്യങ്ങളുടെ വാർഷിക GDP-യേക്കാൾ വലിയ തുകയാണിത്. വെറും 1200 രൂപയിൽ തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് റിഫൈനറികളിൽ ഒന്നായ വൽക്കാമി സ്വന്തമാക്കിയ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് എക്സ്പോർട്ടർമാരിൽ ഒരാൾ. അതെ, ഇന്ന് 15.15 ലക്ഷം കോടി രൂപയുടെ റവന്യൂ വിവാദത്തിന്റെ നടുവിലാണ് രാജേഷ് മേഹ്തയും അദ്ദേഹത്തിന്റെ കമ്പനിയായ രാജേഷ് എക്സ്പോർട്സ് ലിമിറ്റഡും. കമ്പനി കാണിച്ച റവന്യൂവിന്റെ 99.8% യഥാർത്ഥ ബിസിനസ് ഇടപാടുകളല്ലെന്നാണ് സെബി ആരോപിക്കുന്നത്. അതായത് വെറും പേപ്പർ ട്രേഡിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഒരു സാധാരണക്കാരന് 15.15 ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പെന്ന് കേൾക്കുമ്പോൾ അത്രയും പണം ആ കമ്പനി മുഖ്യെന്നാവും തോന്നുക. എന്നാൽ ഇവിടെ നടന്നു ആരോപിക്കുന്നത് അതല്ല, മറിച്ച് ഒരു കച്ചവടവും നടത്താതെ കമ്പനിയുടെ വലിപ്പം കൂട്ടിക്കാണിക്കാൻ വേണ്ടി മാത്രം കോടികളുടെ വ്യാജ ബില്ലുണ്ടാക്കിയെന്നാണ് സെബി ആരോപിക്കുന്നത്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്തെന്നാൽ നമ്മളൊക്കെ പണം നിക്ഷേപിക്കുന്ന LICക്കും ഈ കമ്പനിയിൽ വലിയൊരു ഓഹരി പങ്കാളിത്തമുണ്ട്. അതിനാൽ തകരാൻ പോകുന്നത് സാധാരണക്കാരുടെ പണമായിരുന്നു. നിലവിൽ രാജേഷ് മേഹ്തയെ സെബി വിലക്കിയിരിക്കുകയാണ്. എന്നാൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ 400 GB-യിലധികം രേഖകൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് തട്ടിപ്പാണോ? താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി പേജ് ഫോളോ ചെയ്യുക.